ശരിക്കും പറഞ്ഞാൽ ഫുഡ് ടൂറിന് വേണ്ടി തന്നെ വരണം മെൽബൺ സിറ്റിയിൽ. എന്നിട്ട് ഇവിടുന്ന് ഓരോന്ന് ട്രൈ ചെയ്യണം. ഇത് നോക്കി. അപ്പം ഞാനെന്നാലും ആദ്യം നമ്മുടെ കോഫി ബാറിൽ പോയിട്ട് നമ്മുടെ കോഫി എടുത്തിട്ട് വന്നു കേട്ടോ. എൻ്റെ പൊന്നെ, എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു കേട്ടോ. അടിപൊളിയാണല്ലേ? അപ്പം ഞാനെന്തായാലും നമ്മുടെ ക്യാമറയൊക്കെ എടുത്ത് റെഡിയാക്കി. ഒരു സ്റ്റോപ്പ് ഞാൻ സ്റ്റോപ്പ്. ഹായ് ഫ്രണ്ട്സ്. അപ്പം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പം രാവിലെ തന്നെ മെൽബൺ സിറ്റിയിൽ എത്തിക്കാണ് കേട്ടോ. നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ഇവിടെ എത്തി. നമ്മളിപ്പോൾ എന്തിൻ്റെ മുന്നിലാണ്? നമ്മുടെ ഇപ്പം നമ്മൾ കാണുന്ന ഇവിടുത്തെ മെൽബണിലെ പള്ളിയാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പ്രശസ്തമായ ഫ്ലിൻഡർ സ്ട്രീറ്റിൻ്റെ മുമ്പിലാണുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പം ഇന്നൊരു ഫുള്ള് ഡേയും നൈറ്റും നമ്മളിവിടെ കറങ്ങാം എന്നോർത്തിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിക്കാം. ഡേയും നൈറ്റും ഓവർനൈറ്റ് അതെ. നൈറ്റ് നമ്മൾ തിരിച്ചു പോകുന്നില്ല. അതെ. അപ്പം നമുക്കിവിടെ മൊത്തത്തിലൊന്ന് കറങ്ങി കാണാം. വൈകിട്ട് ഇവിടെയൊക്കെ ഒന്ന് സ്റ്റേ ചെയ്ത് സിറ്റി നൈറ്റിൽ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാം അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമേ നമ്മൾ ഇവിടുന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. സോയിക്കുട്ടനാണെങ്കിൽ ഹാപ്പി ആയിട്ട് സിറ്റിയിലെ ട്രാമും വണ്ടിയൊക്കെ കണ്ടിരിക്കുകയാണ്. ഇന്ന് സൺഡേ ആണ് കേട്ടോ ഇവിടെ. അപ്പം കുറച്ച് തിരക്ക് കുറവുണ്ടല്ലേ സിറ്റിയിൽ? റഷ് കുറവുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴും നല്ല ഇതായിരുന്നു, ഒട്ടും റഷ് ഇല്ലായിരുന്നു. അതെ, ഇങ്ങോട്ട് തിരക്കേ ഇല്ലായിരുന്നു. നമ്മുടെ ഫ്ലിൻഡർ സ്ട്രീറ്റ് നല്ല നല്ല ചെറിയ സൺലൈറ്റ് ഒക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നല്ലേ റോളെ? നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നിലേക്ക് പോയി നോക്കാം. നമുക്ക് ഫ്ലിൻഡർ സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് മുന്നിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ കുറച്ച് അടിപൊളി കഫേസ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ എവിടെയെങ്കിലും കൊള്ളാമെന്നൊരു കഫേ കാണാം അല്ലേ? ബാ. ഇതൊക്കെയാണ് കേട്ടോ മെൽബണിന്റെ ശബ്ദം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ വന്ന ട്രാമിന്റെ കടകടകടന്നുള്ള ശബ്ദം. കുറച്ച് മുന്നേ ഇടയ്ക്ക് ഇവര് ഇത് മാറ്റത്തില്ലേ ഇതിന്റെ തീം? ട്രാമിന്റെ തീം നല്ല രസമുള്ള പോയായിരുന്നു, പിങ്ക് കളർ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് മെൽബണിന്റെ ശബ്ദം കേട്ടോ. ഈ ടക്ക് 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 നിൽക്കുന്ന കേട്ടോ. ഇത് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പെഡസ്ട്രിയൻസിന് വേണ്ടി മാത്രമുള്ള ആ ഒരു ശബ്ദം അല്ലേ? ഈ മണി കേട്ടോണ്ടിരിക്കുമ്പോൾ വേണം നമ്മൾ ഗ്രീൻ കത്തിയിട്ട് മണി കേൾക്കുമ്പോൾ വേണം നമ്മൾ ക്രോസ് ചെയ്യാൻ അല്ലേ? ഒക്കം വരുന്നുണ്ടോ സോയിക്കുട്ടനെ? ഒരാളെ ഉറക്കത്തിൽ നിന്ന് രാവിലെ വണ്ടിയിലിരുത്തിയതാ. ഇവിടെ എന്തോ ചെറിയ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് ട്രാമിന്റെ ശബ്ദമാണ്. കാര്യം ഇത്രയും കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലേ ഫുട്പാത്തൊക്കെ എന്ത് ക്ലീൻ ആണല്ലേ ഇപ്പോൾ? അത്രയും പണിയായിട്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പൊടി പോലും ഇല്ല, നല്ല നീറ്റായിട്ട് നടക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. തണുപ്പ് സൺലൈറ്റ് ഒക്കെ അടിച്ചപ്പോൾ നല്ല ഡേ ആട്ടോ. നല്ല അടിപൊളി. ഒത്തിരി ചൂടുമില്ല, ഒത്തിരി തണുപ്പില്ല. 22, 23 ഒക്കെ ഹൈസ്. മഴയുമില്ല. അതെ അതെ അതെ. പിന്നെ മഴ ആയിരുന്നു ഇവിടുത്തെ പറയാൻ പറ്റത്തില്ല. നിലവിൽ മഴ കാണിക്കുന്നില്ല, പെട്ടെന്ന് പെയ്യുമെന്ന് അറിയത്തില്ല. നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ടേ നമുക്ക് നേരെ ഇവിടെ കുറേ അടിപൊളി കഫേ ആണ്, അങ്ങോട്ട് പോയി നോക്കാം. വാ. എൻ്റെ പൊന്നെ, എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ട്രീറ്റ് ആണ് കേട്ടോ അത്. ഇത് ഇവിടെ ഇതല്ലേ ഐസ്ക്രീം? ഇവിടെ ഒരു പോപ്പുലർ ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ നല്ല കുറെ കുഞ്ഞു കഫേസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കാണാൻ നല്ല ഭംഗി. ആ ഒരു സൈഡിൽ കുറെ ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ചിട്ട് നല്ല രസമുള്ള ഒരു കോർണറുണ്ട് ഈ സ്ട്രീറ്റിൽ. അതേതാ ബട്ടർഫ്ലൈയുടെ? നമ്മൾ പണ്ട് ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ റൈറ്റ് സൈഡിൽ. അല്ല, ബട്ടർഫ്ലൈയുടെ ഏതാ? ബട്ടർഫ്ലൈയുടെ റൈറ്റ് സൈഡിലാണ്, ഞാൻ കാണിച്ചു തരാം. നല്ല കളർഫുൾ അല്ലേ? നമ്മളെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ. നേരെ വരിക, പോസ് ചെയ്യാം. നമ്മൾ ഇന്നാളെ ഇവിടുന്ന് ഫോട്ടോ എടുത്തത്, പക്ഷെ അന്ന് ഇതല്ലായിരുന്നു ഇവിടുത്തെ പിക്ചർ. അതെ, അവർ മാറ്റി. ഇവിടെ ആയിരുന്നു ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നത്. ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു ഇവിടെ. ഇത് ഈ ഭിത്തിയക്കട മൊത്തം അത് ഫുള്ള് അവർ മാറ്റി. അവിടെ നമുക്ക് തീയൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഫുഡ് കഴിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ വേറെ കഫേ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയുണ്ടെന്ന്. കുഞ്ഞിനോട് ഒക്കെ ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ളത് അല്ലേ? നോക്കാം, മെനുവും കൂടെ നോക്കാം. നല്ല അപ്പം കഫേ എല്ലാം ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചിട്ട് ഇവിടെ ടേബിളിലേക്ക് വരിക, കഴിക്കുക അല്ലേ? ഇവിടെ കുറച്ച് തിരക്കാണെന്ന് എനിക്കത്. കുഞ്ഞൊക്കെ ആയിട്ടിരിക്കാൻ കുറച്ച് പാടാണ്, കാരണം അത്രയും സ്പേഷ്യസ് അല്ല. പക്ഷെ അകത്തുണ്ട് കേട്ടോ സ്പേസ്. കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ കുഞ്ഞിനെയും കൊണ്ടിരിക്കാം. നമ്മളിപ്പോൾ തന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് കഫേസ് ആയിരുന്നു അതൊക്കെ. നമ്മൾ കുഞ്ഞിനെയും കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള വേറെ എവിടെയെങ്കിലും നോക്കാം അല്ലേ? വേറെ നോക്കാം. നേരത്തെ നമ്മൾ കുറച്ച് കോഫി ഷോപ്പുകളും കഫേയൊക്കെ കണ്ടല്ലോ. അപ്പം അതാണ് ഈ സൈഡ് കാണുന്ന സ്ട്രീറ്റ്.
ഇവിടെ ഇപ്പം തന്നെ വെളുപ്പിന് തന്നെ ഇപ്പം 7-8 മണി ആയതുള്ളൂ സമയം. ഇപ്പം തന്നെ നല്ല തിരക്കായിട്ടുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഇവിടെ ഫുൾ ഫില്ലാണ് അല്ലേ, കഫേ ഫുള്ള് നിറഞ്ഞു. കാരണം ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് രാവിലെ കോഫിയും അങ്ങനെയൊക്കെയാണല്ലോ മെയിനായിട്ടും. അപ്പോൾ ആൾക്കാരെല്ലാം രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇത് മറ്റൊരു സ്ട്രീറ്റ്. ഇതിനകത്ത് അകത്തേക്ക് പോകണമെങ്കിൽ അവിടെ അതും ഒരു വൈബാണ്, കാണാനൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം എന്താ ഉള്ളത് നല്ല ഇവിടെ. ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടോ, നമ്മൾ ഇവിടെ കയറി മച്ചാ. അങ്ങനെ ഞങ്ങൾ തപ്പി നടന്നു. ഞങ്ങൾ പണ്ട് ഒരു പ്രാവശ്യം കയറിയ ഒരു കഫേ ഉണ്ട് കേട്ടോ. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ കഫേയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. മാത്രമല്ല കുഞ്ഞിനെ കൊണ്ടിരിക്കാൻ ഇഷ്ടം പോലെ ഇടയുണ്ട്. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ചെറിയൊരു കഫേ അല്ല. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ഫ്രണ്ടിൽ കയറി വന്നാൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അവിടെ ഒരു ബാറാണ്. പിന്നെ നേരെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പക്ഷേ മെയിൻലി ബേക്കറി ഐറ്റംസ് ഇവിടെ ഒത്തിരി ഉണ്ട്. കുറേ അധികം പേസ്ട്രീസും കേക്കുകളും അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കടയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് വീഡിയോ കാണിക്കാൻ മാത്രമുള്ളതുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ അധികം നേരം അവിടെ വീഡിയോ ചെയ്യാൻ നിന്നില്ല. പക്ഷേ കയറി വരുമ്പോൾ കാണുന്ന ആ ഒരു ഐറ്റംസൊക്കെയാണ് കേട്ടോ നിങ്ങളിവിടെ കാണുന്നത്. മാത്രമല്ല നല്ല ഗോൾഡൻ തീമൊക്കെ കുറേ സൈഡ് ഫിറ്റ് ചെയ്തിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അതിനകത്ത് കയറി ചെന്നിട്ടും. പിന്നെ നമുക്ക് ഈ കയറി ചെല്ലുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ഈ ബേക്കറി ഐറ്റംസൊക്കെ ബേക്ക് ചെയ്യുന്നതൊക്കെ ലൈവായിട്ട് കാണാം. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ആ ഒരു ബോർമയുണ്ടല്ലോ, അത് അതിൻ്റെ മുമ്പിൽ തന്നെയാണ്. അപ്പോൾ നമുക്കതെല്ലാം കണ്ട് കേട്ട് നേരെ കയറി വരാൻ പറ്റുന്നത്. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട കേട്ടോ, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്തൊരു വലിയ പ്രസ്ഥാനമാണല്ലേ, എന്ത് രസം നോക്കി കാണാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റും പബ്ബും കൂടെ, പബ്ബും എല്ലാം ഉണ്ട്. വൈകുന്നേരം പബ്ബും എല്ലാം ആക്റ്റീവ് ആവും. വൈകുന്നേരം രാവിലെ ആക്റ്റീവ് ഒക്കെ തന്നെയാണ് എനിക്ക് കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇത് നോക്കിയാൽ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് നോക്കി. സാൻഡ്വിച്ച് ഒക്കെ എത്ര ടൈപ്പാണെന്ന് നോക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സമയങ്ങളത് പെട്ടെന്ന് ഓർഡർ ചെയ്യാം, എന്നിട്ട് വേണം നമുക്ക് ബാക്കി കറങ്ങാൻ പോകാം അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് മെനു നോക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. ഈ കൂടെ വേണം നമുക്ക് എക്സ്ട്രാ കോഫിയും കാര്യങ്ങളൊക്കെ പറയാം. സാൽമണും അവക്കാഡോയും കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ട്. മിസ് കഴിച്ചിട്ടുണ്ടോ? നല്ലത് കഴിച്ചിട്ടുണ്ടോ? നല്ലതാണോ? നല്ലത്. സ്മോക്ക് സാൽമൺ അവക്കാഡോ, പോസ്റ്റ് എഗ്. ഒരു പാൻ കേക്ക് എന്തായാലും പറയാം. ഞാൻ എന്തായാലും സാൽമൺ ആൻഡ് അവക്കാഡോ പറയാം. മമ്മിക്ക് അവക്കാഡോ ഫ്രക്കാസാറ്റോ. എന്താണോ എങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സംഭവം എനിക്കും കുഞ്ഞിനും പാൻ കേക്ക്. ഓക്കെ, എന്തായാലും നമുക്ക് പെട്ടെന്ന് ഓർഡർ കൊടുക്കാം. വാ. ശരിക്കും പറഞ്ഞാൽ ഫുഡ് ടൂറിന് വേണ്ടി തന്നെ വരണം മെൽബൺ സിറ്റിയിൽ. എന്നിട്ട് ഇവിടുന്ന് ഓരോന്ന് ട്രൈ ചെയ്യണം. ഇത് നോക്കി, എന്തൊരു ക്ലാസിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും മൾട്ടി കൾച്ചറൽ ആയതുകൊണ്ട് എല്ലാ ടൈപ്പും ഉണ്ടല്ലോ. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ അടിപൊളിയാണ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും ഓർഡർ കൊടുക്കാം. വാ, ഓർഡർ കൊടുക്കാം. കോഫി മാത്രമാണ് പേടിക്കണം അല്ലേ, കോഫി ബായി പേടിക്കും. ഓക്കെ, ടേബിൾ നമ്പർ ഇതാവരോട് പോകുന്നു. നേരെ ഉറപ്പം നോക്കാം. അപ്പം ഞാൻ എന്തായാലും ആദ്യം നമ്മുടെ കോഫി ബാറിൽ പോയിട്ട് നമ്മുടെ കോഫി എടുത്തിട്ട് വന്നു കേട്ടോ. ബാക്കിയുള്ള ഐറ്റംസ് ഇങ്ങോട്ട് തന്നെ വരും അല്ലേ, കൊണ്ടുവരും. കൊള്ളാം, ഇതാണ് കോഫി. അപ്പം മെൽബൺ കോഫി കുടിക്കാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മെൽബണിൽ. ഞാൻ ശരിക്കും നിങ്ങളെ ഈ കോഫി ബാർ നേരത്തെ കാണിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഒന്ന് തോന്നുകയാണ് കേട്ടോ. കാരണം നേരത്തെ എൻ്റെ ഈ കോഫി ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇവിടുത്തെ പരിപാടികളും അകത്ത് വമ്പൻ കാപ്പി അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കോഫി, പല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്കിനി നമ്മുടെ ടേബിളിലേക്ക് പോയി നമ്മുടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നു കേട്ടോ. എന്ന് ഞാൻ പറയാനുള്ള പോലെ കാണാൻ നല്ല ഭംഗി അല്ലേ. ഏറ്റവും കാണാൻ ഭംഗി എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ പാൻ കേക്കാണ്. കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു കേട്ടോ, കുറച്ച് കളർഫുള്ളൊക്കെ ആയതുകൊണ്ട് അല്ലേ നമ്മളെ. കുഞ്ഞിന് ഇഷ്ടപ്പെട്ട് കുറച്ച് കളർഫുൾ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ സാൽമണും ടോസ്റ്റും അവക്കാഡോയും പോസ്റ്റ് എഗ്ഗും. ഈ സാൽമൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുക്ക് ചെയ്യാത്തത് തോന്നും, പക്ഷേ സ്മോക്ക് സാൽമണാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് അതിന്. പിന്നെ ഇത് മമ്മിയുടെ, അതിൻ്റെ പേര് ഞാൻ മറന്നു, എന്തായിരുന്നു അതിൻ്റെ പേര്? കൊള്ളാം കണ്ടിട്ട്. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് നോക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞ ഇതിൻ്റെ പേര് നോട്ട് ചെയ്തില്ല. പക്ഷേ നമ്മുടെ യൂഷ്വലി നമ്മൾ പുറത്ത് കാണുന്ന ഒരു ലോക്കൽ കഫേയിൽ കയറുന്നതിൻ്റെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ് അല്ലേ. പക്ഷേ കൊള്ളാം,
സംഭവമൊക്കെ അടിപൊളിയാണ്. അപ്പം എന്തായാലും ഞാൻ പയ്യെ കഴിച്ചു നോക്കട്ടെ. എന്നിട്ട് കഴിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ടേസ്റ്റ് എങ്ങനെയുണ്ടോ നിങ്ങളോട് പറയാം അല്ലേ? കഴിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയോ? പാൻ കേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. കൊള്ളാം, നല്ല. ഇവിടെ പാൻ കേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സോയിക്കോട്ടാണെന്ന് തോന്നുന്നു. വലിയൊരു സന്തോഷമൊന്നുമില്ല, ഇത് വീട്ടിലെ പാൻ കേക്ക് പോലെ തന്നെയല്ലെന്നാണ് ചോദിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഞാനെന്തായാലും ഈ സാൽമണൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നിങ്ങളോട് പറയാൻ എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഞാനെന്തായാലും എൻ്റെ ടോസ്റ്റും സാൽമണും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇഷ്ടപ്പെടുന്നൊന്നുമില്ല പാൻ കേക്ക് നമുക്ക്. മമ്മി അവിടെ കഴിക്കാൻ തുടങ്ങി. എങ്ങനെ മമ്മി? നല്ലതാണോ മമ്മി? കൊള്ളാം. എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ടോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കൊള്ളാം. സാൽമണൊക്കെ നല്ല സ്മോക്കി ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. നല്ലതാണ് കേട്ടോ. ഇവിടെ പാൻ കേക്കിൻ്റെ കുറച്ച് ന്യൂട്രൽ എടുത്ത് ടേസ്റ്റ് ചെയ്തപ്പോഴേക്ക് ഹൈപ്പറായി. ഭയങ്കര സന്തോഷം അല്ലേ? മധുരം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ ഭയങ്കര സന്തോഷം ഒരാൾ. ഇതെന്നെടുക്കാൻ സോയിക്കോട്ടെ അത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ കഫേയുടെ പേര്. അപ്പം ഇവിടെ മെൽബണിലുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലിൻഡേ സ്ട്രീറ്റ് നമ്മുടെ റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് ആ ഫുഡ് ഒത്തിരി കഫേസ് ഉള്ള സ്ട്രീറ്റ് വഴി നേരെ കയറി വന്നാൽ മതി. അപ്പോൾ അവിടെയാണ് ഈ കഫേ ഉള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പയ്യെ പുറത്തേക്ക് ഇറങ്ങി. എന്തായാലും സ്ട്രീറ്റിലൊക്കെ പയ്യെ തിരക്ക് കൂടി വരുന്നു. നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ വെതറും കൂടി സൂപ്പറായതുകൊണ്ട് സൺലൈറ്റൊക്കെ അടിച്ചപ്പോഴേക്കും ഈ സ്ട്രീറ്റും എന്തോ മൊത്തത്തിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് വെറുതെ ഇതിനെ നടക്കാനാണെങ്കിലും നല്ല ഭംഗിയാണ്, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും സോയിക്കുട്ടൻ ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സോയിക്കുട്ടൻ ഇവിടെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കൊച്ചു നോക്കിയപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് കട. അപ്പോൾ അതിനകത്ത് ബണ്ണീസിനെയൊക്കെ കണ്ടിട്ട് ഈസ്റ്റർ സ്പെഷ്യൽ ചോക്ലേറ്റ്സ് ഒക്കെ കേട്ടോ ഇരിക്കുന്നത്. അത് കണ്ടിട്ട് സോയിക്കുട്ടൻ പുറത്തിറങ്ങിക്കുക. കാക്കയാണോ അത്? പ്രാവാണോ? പ്രാവ് കുഞ്ഞാണെ പ്രാവിനെ കണ്ട സന്തോഷത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. സോയിക്കുട്ടാ കാക്കയാണോടാ? കാക്ക. സോയിക്കുട്ടനോട് ഒരു കമ്പനി അപ്പച്ചനെ കിട്ടി. അപ്പച്ചന് പോയി ഹൈഫൈ കൊടുത്തുകൊണ്ടിരിക്കുക. കാക്ക ഇനി ബാ. അപ്പൊ എന്തായാലും ഞങ്ങൾ അടുത്ത 1-2 സ്ട്രീറ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കുഞ്ഞും ഗ്രാഫിറ്റി കാണണം. അതെ, ഗ്രാഫിറ്റി ഒക്കെ ഉണ്ട്. അവിടെ പോയി നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സ്ട്രീറ്റുകൾ കപ്പി അങ്ങ് പോവാം അല്ലേ? നല്ല രസമുണ്ട്. ഇതിലെ വെറുതെ നടക്കാൻ തന്നെയാണല്ലോ നല്ല രസമാണ് അല്ലേ? നല്ലൊരു വൈബാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ വെതറും സൂപ്പർ ആയതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പം ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ തീം അനുസരിച്ചിട്ട് അല്ലേ ഇവിടുത്തെ ട്രാമിൻ്റെ കളർ മാറ്റുന്നത്? അങ്ങനെ തീമായില്ല. ഇഫ് യു ഗോട്ട് എ ബിസിനസ് നമുക്കവിടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളിവിടെ ഒരു പള്ളിയുടെ ഒരു ഇപ്പുറത്തെ ഭാഗത്തെത്തി. ഇത് ഏതായിരുന്നു നമ്മളെ പള്ളി? സെന്റ് പീറ്റേഴ്സ് ആണോ? മറന്നുപോയി. നമ്മുടെ സെന്റ് പാട്രിക് അല്ലേ? അല്ല, സെന്റ് പാട്രിക് അല്ല, സെന്റ് പാട്രിക് മറ്റേ വലിയ പള്ളിയല്ലേ? വലിയ പള്ളിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ഈ പള്ളിയുടെ ഈ സൈഡിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോകാം അല്ലേ? നല്ല രസമുണ്ട് ഈ പള്ളിയുടെ ഈ സൈഡൊക്കെ കാണാനായിട്ട് കേട്ടോ. അവിടെ ഒരു ഗ്രോട്ടോ എന്തോ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോകാം. ഇതുപോലത്തെ സൈക്കിൾസ് സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആപ്പ് വെച്ച് സ്കാൻ ചെയ്തിട്ട് റെന്റിന് ഉപയോഗിക്കാൻ പറ്റും ആണല്ലേ? നമുക്ക് ഇതിന്റെ സ്ഥലത്തല്ലേ ശരിക്കും ഇതുകൊണ്ട് പാർക്ക് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ഇതൊക്കെ സ്പോട്ടായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലം ഇല്ലെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇത് അതിന്റെ സ്റ്റേഷൻ ആയിരിക്കാം, അറിയത്തില്ല. ചിലപ്പോൾ ആയിരിക്കും. ബാക്കിയൊക്കെ വണ്ടിയുടെ ഓട്ടം പോയേക്കുമായിരിക്കും. ഇവിടെ അല്ല സ്റ്റേഷൻ. ഇവിടെ സ്റ്റേഷൻ ഇല്ലായിരുന്നല്ലോ, ഉണ്ടായിരുന്നു അറിയത്തില്ല. ആരെങ്കിലും എവിടെയെങ്കിലും വന്നിട്ട് പാർക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നതായിരിക്കും. എന്തായാലും അതുപോലത്തെ സൈക്കിൾസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. സെന്റ് പോൾസ് ആംഗ്ലിക്കൻ കത്തീഡ്രൽ, അതാണ് കേട്ടോ ഈ പള്ളി. സെന്റ് പോൾസ് ആംഗ്ലിക്കൻ ആണോ അല്ലേ? മമ്മി പാട്രിക്കാ പറഞ്ഞു. പാട്രിക് മറ്റേ പള്ളിയാ. ഇത് സെന്റ് പോൾസ് ചർച്ച് ആണ്. വലിയ പള്ളി. അതാ മെൽബൺ സെന്റ് പാട്രിക്സ് അത് വലിയ പള്ളിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ നേരെ അടുത്ത സ്ട്രീറ്റിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം. അവിടെ ഗ്രാഫിറ്റിയൊക്കെ എന്തായാലും രാവിലെ അടിപൊളിയായിട്ടുണ്ടാവും. പോയി നോക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയുടെ അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങാം ഈ വഴി കിട്ടേ അല്ലേ?
അപ്പൊ ഇതിന്റെ തൊട്ടപ്പുറത്താണ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഗ്രാഫിറ്റിയുള്ള സ്ട്രീറ്റ്. അതിവിടെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും. നമ്മളെന്തായാലും ആ സ്ട്രീറ്റിലേക്ക് ആദ്യം പോകാം. അത് കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ശരിക്കും നമ്മൾ ആ കോഫി കുടിക്കാൻ പോയ ഒരു സ്ട്രീറ്റിൽ ഏറ്റവും ആദ്യം കണ്ടേ അതിനകത്തൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല. അപ്പോൾ അങ്ങനത്തെ സ്ട്രീറ്റ് ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് അവിടെ അടുത്ത കാര്യം പ്ലാൻ ചെയ്യാം അല്ലേ. പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്രാഫിറ്റിയുള്ള സ്ട്രീറ്റിലേക്ക് നമുക്ക് കയറിയിരിക്കുക. കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന്. എനിക്കിന്ന് ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകളാണല്ലേ ഇവിടെ. രാവിലെ തന്നെ നല്ല തിരക്കായിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ എന്തോ ഒരു തിയേറ്റർ ഉണ്ട്, എന്തോ ഷോസ് ഒക്കെ നടക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും. ഇതിനകത്തോ? ആ ലെഫ്റ്റ് സൈഡിൽ. അപ്പം അതിൻ്റെ കൗണ്ടർ അതിലാണ്. അപ്പം അതിൻ്റെ എൻട്രി എവിടെയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കും ഇടയ്ക്കൂടെ കാണാറുണ്ട്. നല്ല രസമായിട്ടുണ്ട് ഇവിടുത്തെ ലൈറ്റിങ്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു തുടങ്ങിയാലോ അല്ലേ? നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കാം. ഞാൻ എന്തായാലും ക്യാമറയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. സോയിക്കുട്ടനാണ് ഇത് ഗ്രാഫിറ്റിക്ക് ചേരുന്ന കളറാണല്ലോ, എല്ലാ കളറും ഉണ്ടല്ലോ. ഈ താഴെ കുറച്ച് ലൈറ്റിംഗ് ഉണ്ട്, ബട്ട് താഴെ അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ പരിപാടി തുടങ്ങാം. ഇവിടെ ആളില്ല. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഈ സ്ട്രീറ്റിൻ്റെ വ്യൂ ഇവിടുന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ നമ്മുടെ ഫോട്ടോഗ്രാഫി പരിപാടി തുടങ്ങാം. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ക്യാമറയൊക്കെ എടുത്ത് റെഡിയാക്കി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കാം. അടിപൊളി സ്ട്രീറ്റല്ലേ, അപ്പം നല്ല കുറച്ച് ഫോട്ടോസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. നോക്കാം. അപ്പോൾ ഇയാളാണ് ഇവിടെ എല്ലാം വരച്ച് വെക്കുന്ന ആളല്ലേ? ആളെ കിട്ടി. ഇത് ആൾക്കാർ വന്ന് അവരുടെ ടാലന്റ് കാണിക്കാനായിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും. കൊള്ളാം, മാറി മാറി. അപ്പോൾ ഇവിടെ ഒരു പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്യാനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്, അടിപൊളി വരെയാണല്ലോ. കൊള്ളാം, പുള്ളിക്കാരൻ നല്ല സൂപ്പറായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫുള്ള് കളർഫുള്ളാക്കി. അത് ഓരോന്ന് അത് നല്ല ഫ്രെയിം ആട്ടോ. ആ ഓരോ വട്ടത്തിനകത്തും മെൽബണിലെ സ്ട്രീറ്റാണ് ഓരോന്ന് കാണിച്ചേക്കുന്നത്. കണ്ടില്ലേ? നൈസായിട്ടാണ് പുള്ളി ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ട്. ആ ഫോട്ടോ ഒട്ടിച്ചേക്കുന്നുണ്ട്. ഫോട്ടോ ഒട്ടിച്ചതാണോ? ആ ഫോട്ടോ ഒട്ടിച്ചാന്ന് തോന്നുന്നു. അതിനകത്ത് ഒട്ടിച്ചേക്കുന്നതാണല്ലേ? നമുക്ക് സൂക്ഷിച്ച് നോക്കാം അടുത്ത് ഇത് കഴിഞ്ഞിട്ട്. നല്ല രസമായിട്ടാണ് ഒട്ടിച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സോയിക്കോട്ടിന് കളിക്കാൻ വേണ്ടി കോഴിക്കോട് റോഡ് നടക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമുക്ക് ഇവിടെ റോഡുള്ളതുകൊണ്ട് അങ്ങനെ ഇടാൻ പറ്റത്തില്ലല്ലോ. അവിടെ നമുക്ക് നേരെ ഫ്ലിൻഡർ സ്ട്രീറ്റിൽ കയറിയിട്ട് അവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അല്ലേ നമ്മളെ. അവിടുത്തെ ഫെഡ് സ്ക്വയർ ഉണ്ട്, ഫെഡ് സ്ക്വയറിനകത്ത്. അപ്പോൾ ഫെഡ് സ്ക്വയറിനകത്ത് പോയി കുറച്ച് നേരം ഒന്ന് കറങ്ങി വരാം. അപ്പോൾ നമ്മളിവിടെ ഫെഡ് സ്ക്വയറിലെത്തി. നമുക്ക് കുഞ്ഞിനെ കുറച്ച് നേരം ഓടി കളിക്കാം. നമുക്കിവിടെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. ചുമ്മാ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമുണ്ട്. അവിടെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. പരിപാടിയുണ്ട്. അപ്പോൾ മ്യൂസിക് ഡാൻസ് കോമ്പറ്റീഷനാ ആണോ? പോയി കളിക്കുന്നോ? പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. അപ്പോൾ അവിടെ ഈ മെൽബൺ വിക്സൻസ് എന്ന് പറയുന്ന എന്തോ ഒരു നെറ്റ്ബോൾ പ്രീമിയർ ലീഗിൻ്റെ പിന്നെ വേറെ ഒന്ന് രണ്ട് അസോസിയേഷനൊക്കെ കൂടിയിട്ട് ഇപ്പുറം തന്നെ കുട്ടികൾക്ക് വേണ്ടി അവിടെ കുറേ ഡാൻസ് കോമ്പറ്റീഷനും അതുപോലെ കുറേ ആക്ടിവിറ്റീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മളും ആ കൂടെ കൂടി. കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഞ്ഞിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞിനെന്തായാലും ഭയങ്കരമായ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു കുഞ്ഞ് എന്തായാലും. അപ്പം ഞങ്ങൾ കുറേ നേരം അതിലേക്ക് ഇറങ്ങി കിടന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇതുപോലത്തെ കസേരകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫെഡ് സ്ക്വയറിൽ പോയി മറ്റേ കുട്ടികളുടെ ഡാൻസിൻ്റെ പരിപാടിയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ അടിച്ച് പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് തിരിച്ചിറങ്ങി കേട്ടോ പുറത്തേക്ക്. സോയിക്കോട്ടെ നല്ല ഉറക്കമാണ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് തിരിച്ച് നമ്മൾ നേരത്തെ വന്ന ആ സ്ട്രീറ്റുകളിൽ കൂടെ ഒന്ന് കറങ്ങാം. എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് 2 മണിയാകുമ്പോഴാണ് നമ്മുടെ ചെക്ക് ഇൻ നമ്മുടെ എയർബിഎൻബി സ്റ്റേയിൽ അല്ലേ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടുന്ന് എന്തായാലും നമുക്ക് അടുത്ത സ്ട്രീറ്റിൽ പോയി നമുക്ക് ലഞ്ച് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത സിഗ്നലിൽ ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പഴയ സ്ട്രീറ്റിൻ്റെ അടുത്ത് തിരികെയാണ്. നമ്മൾ വേറൊരു വെറൈറ്റി പ്ലാൻ ക്രോസ് ചെയ്യാം. ഇത് കുറേ അധികം നേരം ഉണ്ടായിരുന്നല്ലോ സമയം. അപ്പം വീണ്ടും നമ്മൾ നമ്മുടെ സ്ട്രീറ്റിൽ തിരികെയാണ്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പിടിക്കാം. ഇനി നമുക്ക് ഈ പ്രാവശ്യം വേറൊരു കഫേ ട്രൈ ചെയ്യാം. നമ്മളുടെ ഐസ്ക്രീം കട തോന്നിട്ടുണ്ടോ അവളെ? ഐസ്ക്രീം കടകൾ തുറന്നു. ഇതാണ് പോപ്പുലർ ഐസ്ക്രീം ഷോപ്സ് ആണ് കേട്ടോ ഇവിടുത്തെ. ഓ, ഇവിടെ ഐസ്ക്രീം ആണല്ലേ? ഇത് ഗലാറ്റീരിയ.
ജലാറ്റീരിയാണ്, ജലാറ്റീരിയ. ആണോ? ഇതെന്താ സംഭവം? ടെമ്പോ പിസ്സ പാസ്ത. ഇറാക്കി ഫ്യൂഷൻ കിച്ചൺ. ഏതാ ഇതോ? ഇത് ആ കാണുന്നത്. ഓക്കെ. ഇതെന്താ കുറെ പച്ചക്കറികളൊക്കെ ഫുൾ പച്ചക്കറിയും പഴങ്ങളും. സാൻഡ്വിച്ച് മാത്രം. അത് ടച്ചിങ്സ് ആണ്. ഇവിടെ പിസ്സ ആണല്ലേ? പിങ്ക് പിസ്സ. പിസ്സ കടയാണോ ഇത്? നമ്മൾ മെയിനായിട്ട് നോക്കിയത് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം, കുഞ്ഞ് ഉറങ്ങാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. അല്ലേ മോളെ? അങ്ങനെ ഞങ്ങൾ വഴിക്കടെ നടന്നു പോയപ്പോൾ ഇതായിരിക്കുന്നു 2 empty ടേബിൾ. നമുക്കാണെങ്കിൽ ഇവിടെ കൊച്ചിൻ്റെ സ്റ്റോർ ഇടാൻ സ്ഥലമുണ്ട്. എനിക്കൊന്ന് ഈ കഫേയുടെ ടേബിൾ ആയിരിക്കും അല്ലേ? ഇവിടുന്ന് മേടിക്കാം. എന്തായാലും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാമോ? ഇതാണ് നമുക്ക് പറ്റിയ സ്ഥലം. ഓക്കെ, നമുക്ക് ഓർഡർ ചെയ്യാൻ പോകാം. അപ്പോൾ നമുക്കിവിടെ മെനു കിട്ടി കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഐറ്റംസ്. റേറ്റൊക്കെ അപ്പുറത്തെ പോലൊക്കെ തന്നെ സെയിം ആണ്, പക്ഷേ കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. ഇവിടെ കഴിച്ച കുറച്ച് ആൾക്കാർ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റാണ്. അവർ കുറച്ച് ഐറ്റംസ് റെക്കമെൻഡ് ചെയ്തെന്ന് അല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും കഴിക്കാനായിട്ട് തിരിക്കുകയാണ്. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ. ഇതിപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, പുറത്ത് നല്ല കഫേ ഉണ്ട്. അപ്പം സ്ട്രീറ്റിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതെ, ഇറ്റാലിയാണ്. അപ്പം സ്ട്രീറ്റിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് കഴിക്കാം. ആൾക്കാരൊക്കെ അപ്പുറത്തൂടെ പോകുന്നു. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇവിടെ. ഈവൻ ഫ്രഷ് എയറാണ് ഇവിടുത്തെ. ഇതിനിടയ്ക്കുള്ള വണ്ടിയോ കാര്യങ്ങളൊന്നുമില്ല. വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. അല്ല, ഇതിൻ്റെ വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സൈക്കിളാണോ? നല്ല വണ്ടിയുണ്ട്, പക്ഷേ തിരക്കൊന്നുമില്ല, കണ്ടില്ലേ? പിന്നെ തണുപ്പ് കൂടുതലുണ്ടെങ്കിൽ ഇവർ ഈ ഹീറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു തീ വരും, പിന്നെ നമുക്ക് ഫുള്ള് ചൂട്. അപ്പം നമ്മൾ നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്തു. നമുക്ക് ചിക്കൻ്റെ കുറേ ഐറ്റംസും ഫുൾ ചിക്കൻ്റെ കുറേ ഫുൾ ചിക്കൻ അല്ല ചിക്കൻ അങ്ങനെ. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സാധനം വരുന്ന നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മെൽബൺ സ്ട്രീറ്റ് കൂടെ കറങ്ങി നടക്കാനുണ്ട്. ഇവിടെ ശരിക്കും നല്ല ആക്ടിവിറ്റീസിന് പോകണമെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ മ്യൂസിയത്തിൽ പോകാം, ഗാലറി വേറെ ഉണ്ട്, അതുകൂടാതെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇന്ന് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രീറ്റിൽ കൂടെ കറങ്ങുക, രാത്രിയും പകലും എല്ലാം മെൽബൺ സ്ട്രീറ്റിൽ കൂടെ കറങ്ങുക, അതിൻ്റെ ആ ഒരു വൈബും ഭംഗിയൊക്കെ ആസ്വദിക്കാം. ഫെഡ് സ്ക്വയർ ചെന്നപ്പോഴത്തേന് കുറച്ച് നേരം അവിടെ നിന്നിട്ട് പോകാമെന്നായിരുന്നു. ഒരാൾ നോക്കിയപ്പോഴത്തേന് അവിടെ ഫുള്ള് ഡാൻസ് പാർട്ടി അല്ലേ? അതെ അതെ, കുഞ്ഞ് അടിച്ചു പൊളിച്ച് നടക്കുക. കുഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പം നമ്മൾ കുറച്ച് നേരം കുഞ്ഞിനെ വിട്ടത് അവിടെ. അതെ അതെ അതെ, അങ്ങനെ കുഞ്ഞും അടിച്ചു പൊളിച്ചു. അപ്പം വേറെ കഴിച്ചവർ വന്നിട്ട് നല്ല ഫുഡാണെന്ന് പറഞ്ഞു. നല്ല ഫുഡാണോ? അതെ അതെ, അവർ കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞു. നമ്മളതല്ല ഓർഡർ ചെയ്തത്. വേറെ കുറച്ച് സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. അവർ പറഞ്ഞു വേണമെങ്കിൽ 2 പേർക്കും കൂടെ ഒന്ന് ഓർഡർ ചെയ്താൽ തന്നെ ഭയങ്കര ബിഗ് പോർഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അത് പക്ഷേ അവർ ഓർഡർ ചെയ്താൽ പിസ്സ ഒക്കെ ശരിക്കും 2 പേർക്ക് ഓരോന്നിൻ്റെ ആവശ്യമില്ല, വലുതാണല്ലോ പിസ്സ. അവർ പിസ്സ ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡും ഐറ്റംസൊക്കെ വരട്ടെ. അപ്പോൾ ഇതാണ് സ്ട്രീറ്റ്. ബാക്കിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു ഫുട്പാത്തിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ ബാക്കിൽ കുറച്ച് ആൾക്കാർക്ക് ഇരിപ്പുണ്ട്. എന്തായാലും നമ്മുടെ ഫുഡ് വേണ്ടേ. അപ്പം നമ്മുടെ എനർജൈസർ ജ്യൂസ് വന്നിരിക്കുകയാണ് അല്ലേ? ഇതിനകത്ത് എന്തൊക്കെയായിരുന്നു? ഓറഞ്ച് വാട്ടർമെലൺ ലെമൺ അല്ലേ? എനർജി ഇട്ടട്ടെ. ഞങ്ങളുടെ ഈ എനർജൈസർ ജ്യൂസ് വന്നിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. ആഹാ, അടിപൊളി. നീ ഇഷ്ടപ്പെട്ടു? നല്ല മറ്റേ ഫ്രഷ്, ശരിക്കും ഒരു എനർജി കിട്ടിയ ഫീൽ അല്ലേ? കുറേ നടന്നതല്ലേ നമ്മൾ? നൈസ്. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു കേട്ടോ. എൻ്റെ ചിക്കൻ സാലഡ്, റിസോട്ടോ, മമ്മിയുടേതാ ചിക്കൻ പാമി. അങ്ങനെ നമ്മുടെ ഐറ്റംസൊക്കെ വന്നിരിക്കുകയാണ്. കണ്ടിട്ടൊരു രക്ഷയിൽ അടിപൊളിയാണ് കേട്ടോ. ക്വാണ്ടിറ്റി വൈസും നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ടേസ്റ്റ്? റിസോട്ടോ നല്ലതാണോ? നല്ല അടിപൊളിയാണല്ലേ? നല്ല. എൻ്റേത് കണ്ടിട്ട് നല്ല ചിക്കൻ സാലഡാണ് കേട്ടോ. ഇത് മമ്മിയുടെ ഐറ്റം. എന്തായാലും നമുക്ക് പയ്യെ കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ലതാണോ? അടിപൊളിയാണല്ലേ? ഇപ്പോഴേ ഒന്നുകൂടെ ഓർഡർ ചെയ്യാം. ടേക്ക് അവേ കുഞ്ഞിന് വേണ്ടി അല്ലേ? കുഞ്ഞിന് കൊടുക്കാം. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അത്ര ടേസ്റ്റ് ഉണ്ടല്ലേ? മമ്മിയുടെ ചിപ്സ്. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതെന്താണ്? പോസ്റ്റ് വെഡിങ് ഫോട്ടോഗ്രാഫി ആണോ? ചൈനീസ് കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനാണോ? കല്യാണം കഴിഞ്ഞ് എനിക്കൊന്ന് ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയ, കാരണം അത്രയും അടിപൊളി സ്ട്രീറ്റ് അല്ലേ? അപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയതായിരിക്കും. അല്ല, അതൊരു കല്യാണമാണോ ഫോട്ടോഷൂട്ടാണോ? ചുമ്മാ വെറും ഫോട്ടോഷൂട്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാനൊരു ശക്കലം റിസോർട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കട്ടെ. നമ്മളെ ഉണ്ടോ അതിനകത്ത് ടേസ്റ്റ് ചെയ്യട്ടെ.
നല്ലല്ലേ? അടിപൊളി. എന്നാ ഇപ്പഴേ പറയട്ടെ ഒന്നുകൂടെ പോയിട്ട്. ആ കുഞ്ഞ് ടേക്ക് അവേ പറയാം. സമയം എടുക്കല്ലേ അവർ ഉണ്ടാക്കി വരണം. ഓക്കെ, എന്നാൽ ഞങ്ങളത് പറഞ്ഞിട്ട് വരാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ഫുഡ് കഴിച്ച് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർബിഎൻബി റൂം നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 2 മണി കഴിഞ്ഞ് നമുക്ക് എപ്പം വേണമെങ്കിലും ചെക്ക് ഇൻ ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിവിടെ അടുത്ത വണ്ടി പാർക്ക് ചെയ്തിരിക്കും. അവിടെ നമുക്ക് വണ്ടി എടുത്തിട്ട് അതിന് നേരെ ആ റൂമിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ റൂമും ബാക്കി കാര്യങ്ങളും ബാക്കി നമുക്ക് നൈറ്റിലെ മെൽബൺ സ്ട്രീറ്റിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അപ്പം ഈ വീഡിയോയുടെ തന്നെ പാർട്ട് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.